രാഹുലെ, ഇലോൺ മസ്ക്, മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവരെല്ലാവരും കുംഭമേളയ്ക്ക് എത്തി അവിടെ നദിയിൽ സ്നാനമെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു കുറെ ഇടത്തൊക്കെ ഇങ്ങനെ നോക്കിയപ്പം. അതേസമയം RCBയുടെ ഫാൻസിന്റെ മറ്റേ ജേഴ്സി വരെ മുക്കുന്നത് ഞാൻ കണ്ടു. അതുകൂടാതെ പിന്നെ ഇന്ത്യയിലെ എല്ലാ സെലിബ്രിറ്റികളും മോഹൻലാല്, മമ്മൂട്ടി അടക്കം പല ആളുകളും മുങ്ങുന്ന ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ഇതൊന്നും ഒറിജിനൽ അല്ല, പറ്റിച്ചതാ നമ്മളെ. അതെ, ഇലോൺ മസ്കിന്റെ കടമ ഞാൻ ഞെട്ടി. ചിലപ്പോ ഇലോൺ മസ്ക് വരും എന്നുള്ള ഒരു പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ വന്നപ്പോ തന്നെ അതൊരു വലിയൊരു ചർച്ചയായിരുന്നു. എന്തുകൊണ്ട് അത്രയും വലിയ സ്റ്റീവ് ജോബ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ആപ്പിളിന്റെ ഉപജ്ഞാതാവാണ്. അതെ, അവരെ എങ്ങനെ എത്തി, എന്തുകൊണ്ട് അവർ വന്നു, അപ്പൊ എന്താണ് ശരിക്കും കുംഭമേളയ്ക്ക് അത്രത്തോളം ഒരു പ്രാധാന്യം ഉണ്ടോ എന്ന്. ഇത്രയും സയന്റിഫിക്കലി ചിന്തിക്കുന്ന ആളുകൾ, ആപ്പിള് പോലെ ലോകത്തെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡിന്റെ ആ ബ്രാൻഡ് ഉണ്ടാക്കിയ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ഇവിടെ വന്ന് കുംഭമേളയിൽ പങ്കെടുക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടാവണം എന്ന് നമ്മൾ ചിന്തിച്ചു. അതെ, അതുകൊണ്ടാണ് എനിക്കോട് ഇലോൺ മസ്ക് ഒക്കെ വന്നു എന്ന് പറഞ്ഞപ്പോ ആദ്യം നമ്മൾ ആ വാർത്ത ശരിയായിരിക്കുമോ, കാരണം കഴിഞ്ഞ ഒരാഴ്ച മുൻപ് തന്നെ വാർത്തകൾ വരുന്നുണ്ട് ഇലോൺ മസ്കിനെ ക്ഷണിച്ചിട്ടുണ്ട്, അദ്ദേഹം വരുമോ എന്ന് അറിയില്ല എന്നുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോഴാണ് എല്ലാവരും എല്ലാവരും പറഞ്ഞ ഒരുവിധം എല്ലാ രാജ്യത്തലവന്മാരൊക്കെ ഇതിൽ മുങ്ങുന്നതിന്റെ വീഡിയോ, ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയും കൈകെട്ടി വെള്ളത്തിൽ നിൽക്കുന്ന വീഡിയോ, അങ്ങനെ ഒരുപാട് പിന്നെ സിനിമാക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളിവുഡ് മൂവിയിലെ ഒരുപാട് സ്റ്റാറുകൾ വന്ന് മുങ്ങുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ ഒരുപാട് വൈറലാണ്. പക്ഷെ ഇതൊന്നും ഒറിജിനൽ അല്ല എന്നാണ് യാഥാർത്ഥ്യം. അതെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താണ് ഒറിജിനൽ? ഇനിയിപ്പോ നമ്മൾ 2-3 വട്ടം ചിന്തിക്കേണ്ടി വരും. ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാണോ അല്ലയോ. വീഡിയോ പണ്ട് നമ്മൾ പ്രൂഫിനെ ഏറ്റവും കൂടുതൽ കണക്കാക്കിയിരുന്നാണ് വീഡിയോസ്. ഇനിയിപ്പോ വീഡിയോസിനെയും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതാണ് ഈ വാർത്തയിൽ ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇപ്പൊ ഈ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ വന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഈ കുംഭമേളയുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് അപ്പൊ നമ്മൾ വീണ്ടും സംസാരിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം നമ്മള് മറ്റേ സ്വാമി ആനന്ദവനത്തിന്റെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ആനന്ദവനം പറയുകയുണ്ടായി, മലയാളികൾക്ക് മാത്രമാണ് കുംഭമേളയോടൊരു ഇതില്ലാത്തത്, പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛമുള്ള പ്രബുദ്ധരായതുകൊണ്ടായിരിക്കാം. മലയാളികൾ പറയുന്നത് ഇത്രയും നഗ്നമായിട്ട് പ്രാചീന രീതിയിൽ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് പോയി അവിടെ നിന്ന് സ്നാനം ചെയ്ത് വരേണ്ട കാര്യമില്ല, പ്രാക്ടിക്കലി സംസാരിക്കുന്നത് പോലെയാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം? അപ്പോൾ എത്രത്തോളം വിദേശികളാണ് അവിടേക്ക് എത്തുന്നത്? നമ്മൾ ഈ കുംഭമേളയുടെ ലൈവുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിദേശികളെ കാണാം. ഇതിനു വേണ്ടി നമ്മൾ അത് നോക്കാൻ പറ്റില്ല. നമ്മൾ മേക്ക് മൈ ട്രിപ്പ് പോലത്തെയുള്ള ആപ്പുകൾ എടുത്തിട്ട് അതിലുള്ള പാക്കേജുകൾ നോക്കണം. 1 ലക്ഷത്തിന്റെയും 2 ലക്ഷത്തിന്റെയും ഒക്കെ പാക്കേജുകളാണ്. അത് പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന്റെ കാരണം എന്താണ്? ആളുകൾ പോകുന്നത് കൊണ്ടാണ്. അങ്ങോട്ട് പോകാൻ ടിക്കറ്റ് ഇല്ല. ഞാൻ നോക്കിയതാ, ട്രെയിനിന് ടിക്കറ്റ് ഇല്ല. ഫ്ലൈറ്റിന് നോക്കുവാണെങ്കിൽ 18,000, 20,000, 30,000 രൂപയ്ക്കാണ് ഫ്ലൈറ്റിന് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് 25-ാം തീയതി കഴിഞ്ഞ് ഒരു 28-ന്റെ അന്നൊക്കെ ഫ്ലൈറ്റിന് നോക്കുവാണെങ്കിൽ 8,000 രൂപയുള്ളൂ. 8,000 രൂപയുള്ളൂ. അതാണ് ഈ കുംഭമേളയ്ക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. മേ ബി അതിനൊരു റിച്വൽ ആയിട്ട്, അതല്ലെങ്കിൽ ഒരു ഹിന്ദു സംസ്കാരം മാത്രമല്ല, 144 വർഷത്തിന് ശേഷമാണ് ഒരു പൂർണ്ണ കുംഭമേള നടക്കുന്നത്. ഇനി നമ്മുടെ ജീവിതത്തിൽ കുംഭമേള കാണാൻ സാധിക്കില്ല. ഈ ഒരു പൂർണ്ണ കുംഭമേള കാരണം നമുക്കിപ്പോ എനിക്ക് 25 വയസ്സായി. ഇനി അടുത്ത 144 വർഷത്തിന് ശേഷമായിരിക്കും അടുത്തത് വരുന്നത്. ഇവരോട് കാണത്തില്ല. ഏറെക്കുറെ 50 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ തീരാനുള്ളതാ. ചിലപ്പോ നാളെയോ മറ്റത്തല്ല ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതൊരു പോയിന്റ് ആണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിനെല്ലാവരും ഒരു ഹിന്ദു ആചാരമായി കാണുന്നതിന്റെ ഒരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു കൾച്ചറൽ യൂണിറ്റി ആയി കണ്ടാൽ എന്താണ് പ്രശ്നം എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ശരിയാണ്, ഹിന്ദുത്വമായിരിക്കാം കൂടുതൽ. പക്ഷെ ഈ നാഗസന്യാസിമാരായി മാറുന്നവരൊന്നും കൂടുതലും ഹിന്ദുക്കളല്ല, മറ്റു മതത്തിൽപ്പെട്ടവരും ഉണ്ട് എന്നുള്ളതുണ്ട്. പിന്നെ നമ്മൾ ഈ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു പരിപാടി, ഒരു ആഘോഷത്തിന് വേണ്ടി ഒരു ജില്ല തന്നെ ഫോം ആവുന്ന ഒരു പരിപാടിയാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് അവർ അവിടുത്തെ തിരക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കഴിഞ്ഞ പ്രാവശ്യം എനിക്കോട് ആനന്ദവനം തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്, ഫോറിൻ യൂണിവേഴ്സിറ്റികൾ ഈ MBA ഒക്കെ പഠിക്കുന്ന കുട്ടികളെയും കൊണ്ടുവരും. എന്തിനാണ്? അവിടുത്തെ മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ. എങ്ങനെ പൈസ ചെലവാക്കുന്നു, എങ്ങനെയാണ് അവിടുത്തെ അക്കോമഡേഷൻ സെറ്റ് ചെയ്യുന്നത്. കാരണം ടെന്റുകൾ കൊണ്ടാണ് അവിടെ താമസിക്കുന്നത്. അതെങ്ങനെയാണ്, അവരുടെ ഒരു പ്രോസസ്സുകൾ എങ്ങനെയാണ് തിരക്കില്ലാതെ അതിനെ 40 കോടി ആളുകൾ, അല്ലെങ്കിൽ 4 കോടി ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രദേശത്ത് 4 കോടി ആളുകൾ വന്ന് നിൽക്കുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. 1000 പേരെ താങ്ങാൻ നമുക്ക് കഴിയുന്നില്ല. അതെ, അപ്പോഴാണ് 4 കോടി. അപ്പോ ഇതൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഇതൊക്കെ ലൈഫിൽ ഒരുപാടെങ്കിലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കാണാം. അതുകൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
പക്ഷെ അതിനെ എന്താ പറയാ ഒരു പുച്ഛത്തോടു കൂടി പോയി കാണാതെ അതിനൊരു കൾച്ചറൽ സംഭവമായി കാണുക. കാരണം ഈ കുംഭമേള എന്ന് പറയുമ്പോൾ അവിടെ പോയി കുളിക്കുന്നത് മാത്രമല്ല അവിടെ ഉള്ളത്, അവിടെ ഒരുപാട് ടോക്സ് നടക്കുന്നുണ്ട്, ലൈക്ക് ഒരുപാട് വിഷയങ്ങളെ പറ്റിയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കണക്കാക്കുന്ന ഒരു തുക, എസ്റ്റിമേറ്റഡ് തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ് ആ ഒരു കുംഭമേളയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ആ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയൊരു മുഹൂർത്തമാണ്. അതെ, അവര് അതിനു വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് ഉണ്ടാക്കുന്നു, അതിനൊരു മന്ത്രിയുണ്ട്. അതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിനെ അവർ നേരിടുന്ന ഒരു വർഷം മുൻപ് മുതൽ തുടങ്ങുന്നതാണ് ഈ കുംഭമേളയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. കൃത്യമായി ഒരു ടൗൺഷിപ്പ് ബിൽഡ് ചെയ്യാണ്. അല്ലെ, ഈ 4 കോടി മനുഷ്യര് ആ ഒരു ജലാശയത്തിൽ കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പൊല്യൂഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ വെള്ളത്തിൽ. പക്ഷെ അത് നടക്കുന്നില്ല. ഇല്ല, അതാണ് ഞാൻ പറയുന്നത്. കുംഭമേളയ്ക്ക് പോയിട്ടുള്ള ഒരുവിധം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് വൃത്തിയുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ പൊതുവേ ഉത്തർപ്രദേശ്, ഗുജറാത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് വരുന്നത് ഒരു വൃത്തിയില്ലായ്മ നോർത്തേൺ സ്റ്റേറ്റ്സിനെ സംബന്ധിച്ച് നമുക്ക് വരാറുണ്ട്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗവും എന്നുള്ളതാണ്. ഇത്തരത്തിൽ പൊല്യൂഷൻ ഉണ്ടായിരിക്കാം, പക്ഷെ ഈ ബാത്റൂമുകൾ, കോമൺ ബാത്റൂമുകളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അത് കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കുന്നവരുണ്ട്, അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നവർ. ഇവിടെ നമ്മള് ഈ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ തന്നെ അവിടുത്തെ ബാത്റൂമുകൾ തന്നെ എത്രത്തോളം ബസ് സ്റ്റോപ്പുകളിലെ ബാത്റൂമുകൾ നമ്മുടെ നാട്ടിലൊക്കെ എത്രത്തോളം വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത്. അവിടെ എത്ര കോടിക്കണക്കിന് ആളുകളൊന്നും എത്തുന്നില്ല. അപ്പൊ അത്രയും കോടിക്കണക്കിന് ആളുകൾ എത്തുമ്പോൾ അതിൻ്റെതായ സംവിധാനങ്ങൾ അവിടെ 1000 പേരുള്ള സ്ഥലം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവിടുത്തെ ഒരു ബാത്റൂം നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. താമസ സൗകര്യം കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. അതേ സമയമാണ് 4 കോടി ജനങ്ങൾ. ഈ 4 കോടി ജനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് കൈകൊണ്ട് എണ്ണിയാൽ തീരത്തില്ല. എനിക്ക് എണ്ണിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എണ്ണിക്കൊണ്ടിരിക്കാനേ കഴിയത്തുള്ളൂ. അപ്പൊ അത്രയും ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സ്ഥലമായിട്ട് നമ്മുടെ ഇന്ത്യ മാറുന്നുണ്ടെങ്കിൽ, അതെ, കൃത്യമായി അത് സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇതൊരിക്കലും കേന്ദ്രം നേരിട്ട് നടത്തുന്നതുമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഉത്തർപ്രദേശിനെ കുറിച്ച്, നമ്മൾ ആദിയോഗിനെ കുറിച്ചിട്ടൊക്കെ എത്രത്തോളം തെറ്റുകൾ പറയാറുണ്ട് നമ്മൾ. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവായിട്ട്, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഒരു കഴിവായിട്ട് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കും. കൃത്യമായി അത് യോഗി ആദിത്യനാഥിന്റെ ഒരു മിടുക്ക് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പരിപാടിയായി കുംഭമേളയെ കാണാം. ഒരു ഹിന്ദു ആചാരം എന്നുള്ളതിലുപരി അതിനെ കാണാം. മറ്റ് രാജ്യങ്ങളിലുള്ളവർ അതിന് കൊടുക്കുന്ന ബഹുമാനത്തിന്റെ പകുതിയിലും നമുക്കുള്ള രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അതൊരു മതത്തിന്റെ മാത്രം കണ്ണുകൊണ്ട് കാണാതെ അത് നമ്മുടെ സാമൂഹികമായി നമ്മുടെ നിലനിന്നിരുന്ന ഒരു സംസ്കാരം, ഭാരതീയ സംസ്കാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.